സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്താണ് നമുക്കായി കരുതി വെച്ചിരിക്കുന്നത്, താങ്കൾക്കായി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഫോക്കസ് ഏരിയ, മൂന്നാമത്തെ കാർഡ് എന്ത് ഗോളിലാണ് നാം ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങിയപ്പോൾ നമുക്ക് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടൊരു കാർഡാണ്. കപ്പ് എന്ന് പറയുന്നത് ജലം എന്ന് പറയുന്ന മൂലകത്തെയാണ് സൂചിപ്പിക്കുന്നത്. വൈകാരികമായിട്ടുള്ള മൂലകമാണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് വൈകാരികമായിട്ടുള്ള പക്വത നേടിയൊരു വ്യക്തിനെയാണ് കാണുന്നത്. വലിയ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വൈകാരികമായിട്ട് വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു ഇതാണ് കാണുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. ഇനി എന്താണ് ഇന്നത്തെ നമ്മുടെ ഗൈഡൻസ്, എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന മൾട്ടി ടാസ്കിങ്ങിൻ്റെ കാർഡാണ്. ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അനന്തമായിട്ട് നമ്മുടെ ഗോൾസ് നമ്മൾ കൃത്യമായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യൂ എന്നുള്ളതാണ്. എന്ത് റിസൾട്ടിന് വേണ്ടി നമുക്കിന്ന് ശ്രമിക്കാമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വരുന്ന കാർഡെന്ന് പറയുന്നത് 20 ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കാർഡാണ്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കാർഡ് നമ്മുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം ഒരു വേറൊരു വ്യക്തി പുറത്തേക്ക് വരുന്നത്, അതായത് വേക്കപ്പ് എന്ന് പറയുന്നൊരു കാർഡാണ്. അതായത് നമ്മൾ ഒരു പുതിയൊരു തുടക്കം, പുതിയൊരു ഇതിലേക്ക് വരുന്ന കാർഡാണ്. റൈറ്റർ ആൻഡ് വൈറ്റിൽ മാലാക മരണത്തിൽ നിന്ന് ആളുകളെ ഉയർത്തിയെടുപ്പിക്കുന്ന ഒരു കാർഡാണ്. ഇതിലും വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു നല്ലൊരു എനർജി പുറത്തേക്ക് വരികയും നമ്മളൊരു നല്ല ഇതിലേക്കും പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.